ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ട്രഷേഴ്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തവും ടേസ്റ്റിയുമായ ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ നോക്കിയപ്പം നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം സജി തേരുള്ളി സാറിൻ്റെ ഒരു അടിപൊളി ബീഫ് ബിരിയാണിയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത രീതിയിലുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഇത് ട്രൈ ചെയ്തപ്പോൾ വളരെയധികം ടേസ്റ്റായിട്ട് തോന്നി, വ്യത്യസ്തമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ബിരിയാണിയുടെ മസാല കൂട്ടാണ് ഈ ബിരിയാണിക്ക് വ്യത്യസ്തമായൊരു രുചി നൽകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ സ്പെഷ്യൽ മസാല കൂട്ട് റെഡിയാക്കാം. നമ്മൾ സാധാരണ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തല്ലേ ഈ ബിരിയാണിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുക. പക്ഷേ ഈ ഒരു മസാല മുളകും മല്ലിയും ഒന്നും ചേർക്കുന്നില്ല. അതേസമയം ഹെൽത്തിയായ കുറേ മസാല കൂട്ടുകളാണ് നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഈ മസാലക്കൂട്ട് റെഡിയാക്കുന്നതിൻ്റെ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം ആഗ്രഹമുള്ളവർ അത് പോയിട്ടൊന്ന് കാണുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് പൊടിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവും കേട്ടോ. ഈ ബിരിയാണി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ കൃത്യമായി അളന്ന് ഈ കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലപോലെ കഴുകിയിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഒന്ന് കുതിർത്തി വെക്കണം. അപ്പോൾ ആദ്യം ഒന്ന് കഴുകി ഒന്നല്ല 2-3 തവണയൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് കുതിരാൻ വേണ്ടി വെക്കാം. നമ്മൾ ബീഫിൽ ഇടാനുള്ള കുറച്ച് ചേരുവകളാണിതൊക്കെ. 3 സവാള, 3 തക്കാളി, പിന്നെ 2 കഷ്ണം ഇഞ്ചി, ഒരു 6 പച്ചമുളക്, പിന്നെ 30 അല്ലിയോളം വെളുത്തുള്ളി. ഇതെല്ലാം കൂടി നമ്മൾ ചെറുതായിട്ട് അരിയുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ക്രഷറിലൊക്കെ ഇട്ടിട്ടോ നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് നല്ല പോലെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. സവാളയും തക്കാളിയും നമുക്ക് ഏറ്റവും കനം കുറച്ച് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ബീഫൊക്കെ ഇവിടെ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചോ ഏകദേശം ഒരു 50 ഗ്രാമോളം വലിപ്പത്തിലാണ് നമ്മുടെ ബീഫ് ഇവിടെ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരൊഴിക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കുക. പിന്നെ നമ്മൾ 1 പിടി പുതിന ഇല ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ രുചി വ്യത്യസ്തമാക്കാനായിട്ട് ഉപകരിക്കും. അതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉള്ള പേസ്റ്റും അതുപോലെ തക്കാളിയും സവാളയൊക്കെ അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് നമ്മുടെ ബീഫ് പോലെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാലും വേണ്ടില്ല, നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഇതിലൊഴിക്കുന്നുണ്ട്. ഇത് പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കേട്ടോ ഈ ഗ്രേവി കൊണ്ട് ഒക്കെ ചേർത്തൊരു സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിലൊന്ന് അടച്ച് വേവിക്കാം. നല്ല മയമുള്ള ഇറച്ചി നോക്കി പെട്ടെന്ന് വേവുന്ന ഇറച്ചിയൊക്കെ ആണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ഇറച്ചിയൊക്കെ നോക്കി മേടിക്കാമെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്ത ഇറച്ചിക്ക് കുറച്ച് വേവുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വിസിൽ വന്നിട്ട് ഒരു 10 മിനിറ്റോളം നേരം എനിക്ക് സിമ്മിൽ വെക്കേണ്ടി വന്നു. അപ്പം അധികം വേവില്ലാത്തതാണെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റോളമൊക്കെ വെച്ചാൽ മതിയാവും. പക്ഷെ നല്ല മയമായിട്ട് ഈ ഇറച്ചി വെന്ത് കിട്ടണം. എങ്കിലാണ് നമുക്ക് വെന്തുടഞ്ഞ് കലങ്ങി പോകരുത്, പക്ഷേ നല്ല മയത്തിൽ വെന്ത് കിട്ടണം. എങ്കിലേ നമ്മുടെ ഈ ബിരിയാണി നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. നമുക്ക് ഒരു 5 സവാളയും കൂടി ആവശ്യമുണ്ട് കേട്ടോ. നമ്മളുടെ ഈ ബിരിയാണിക്ക് ആവശ്യമായ ബിസ്ത റെഡിയാക്കാനായിട്ടാണ്. ബിസ്ത എന്ന് പറഞ്ഞാൽ നമ്മൾ കനം കുറച്ച് അരിഞ്ഞിട്ട് എണ്ണയിൽ വറുത്ത് വെക്കില്ലേ, അതിനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 സവാള ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഏറ്റവും കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതൊരു പാനിൽ ഒഴിച്ചിട്ട് നല്ല പോലെ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ആ സവാള എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ പാത്രത്തിൽ വേണം നമ്മൾ എടുക്കാൻ. ഇതിപ്പം ചെറിയൊരു പാത്രം ആയതുകൊണ്ട് ഞാൻ 2 തവണയ്ക്കായിട്ടാണ് ഒന്ന് വറുത്ത് എടുക്കുന്നത്. അത് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പെട്ടെന്ന് നമുക്കിതായി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ല കരികരിപ്പിൽ നമുക്ക് കിട്ടാനായിട്ട് കുറച്ചൊരു നുള്ള പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി ചേർത്താൽ പെട്ടെന്ന് നമുക്ക് നല്ല പോലെ ഇങ്ങനെ ഫ്രൈ ആയിട്ട് കിട്ടും. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നോക്കി നിന്ന് കൈ വിടാതെ തന്നെ ഇളക്കിയെടുത്ത് കോരിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അവസാനമാകുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് കരിഞ്ഞങ്ങ് പോകും. ഒട്ടും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും.
അപ്പോൾ നമുക്കിതേ നമ്മുടെ സവാളയൊക്കെ ഒരുമാതിരി ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ട്. ഇതേ കറക്റ്റ് ഒരു നിറത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് കോരി മാറ്റി എടുത്തു വെക്കാം. അതുപോലെ തന്നെ അടുത്ത പോർഷൻ സവാളയും കൂടെ നമുക്കതുപോലെ വാട്ടി എടുക്കാം. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കശുവണ്ടിയും അതുപോലെ കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുത്ത് വെക്കാം. ഇനി നമുക്ക് നമ്മളുടെ റൈസ് വേവിക്കാനായിട്ട് ഒരു നല്ല ചുവട് കട്ടിയുള്ള വലിപ്പമുള്ള പാത്രം അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളുടെ ആ ബീഫ് വേവിച്ച അതിൻ്റെ ആ ഗ്രേവി ഉണ്ടല്ലോ, അത് നമ്മളൊരു 1/4 പാത്രം നമ്മളെടുത്ത് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനും കൂടെ വേണ്ടിയായിരുന്നു നമ്മൾ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ആ ബീഫ് വേവിച്ചത്. ഇതിനൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന അരിയിലേക്കും കൂടെ കൂടുതൽ ആ ടേസ്റ്റൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ ബാക്കി വെള്ളം ആ കപ്പിലോട്ട് നിറച്ചെടുക്കുക. എന്നിട്ട് അത് പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരി 1 കപ്പ്, അതായത് 1 കിലോയാണ് എടുത്തത്. 1/4 കപ്പ് വെള്ളം, അതേ കപ്പിന് 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തത്. അതിൽ 1/4 കപ്പോളം നമ്മളുടെ ബീഫിൻ്റെ ആ ഗ്രേവിയാണ്. അപ്പോൾ അത്രയും വെള്ളമാണ് നമുക്ക് ഈ അരി വേവാനായിട്ട് ആവശ്യമുള്ളത്. ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഞാനിവിടെ ഒരു കറുവാപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 20ഓളം ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 5 ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് അതിൻ്റെ തരിയെടുത്ത് പൊടിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകിയൊക്കെ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ അരിയൊക്കെ നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം. ഇവിടെ അരിയൊക്കെ നല്ലപോലെ തിളച്ച് ഒന്ന് ചെറുതായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഈ ഒരു റൈസിൻ്റെ ടേസ്റ്റ് നല്ല പോലെ വർദ്ധിക്കാനായിട്ട് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആട്ടോ. ഇനി അതിപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ശരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ചെറുതീയിൽ മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ ഇവിടെ നല്ല പോലെ കറക്റ്റ് വേവിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ, അതൊരു 1.5 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, അത് നമ്മുടെ എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. അതിനുശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബിസ്തയുണ്ടല്ലോ, സവാള നല്ലപോലെ വാട്ടിയെടുത്തത്, അത് നല്ലപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉണ്ടാക്കി വെച്ചത് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെയൊന്നും പൊടിഞ്ഞില്ല. എന്നാൽ സാരമില്ല, അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് നമ്മൾ ഇളക്കിയൊക്കെ എടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒട്ടും അധികമായി പോകരുത്. നമ്മളുടെ ഈ ബീഫൊക്കെ നല്ല പോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെറുനാരങ്ങ നീരും ഒക്കെ ചേർത്തത് കൊണ്ട് നല്ലതായിട്ടൊരു ചെറിയൊരു പുളിയും പിന്നെ തക്കാളിയൊക്കെ ചേർത്തല്ലോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റിലാണ് നമുക്കിതിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ വലിയൊരു കുക്കറിലാണ് അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലാണ് ഈ ബീഫ് വേവിച്ചതെങ്കിൽ നമുക്ക് ദം ചെയ്യാനായിട്ട് നമ്മളുടെ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ചൊരു നേരം ഒന്ന് മൂടി വെച്ച് ചെറു തീയിലൊന്ന് വെച്ചാൽ മതി. ഇതിപ്പം ചെറിയ കുക്കറായിരുന്നു, പിന്നെ അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് കുറച്ചൊന്ന് ദം ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ കുറച്ച് ഭാഗം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബിസ്ത ഉണ്ടല്ലോ, സവാള നല്ലപോലെ സ്ലൈസ് ചെയ്ത് നമ്മൾ വറുത്തെടുത്തതും കൂടെ ഒന്ന് വിതറി കൊടുക്കുക. അതിന് മുകളിൽ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ വിതറിയതിന് ശേഷം നമുക്ക് ബാക്കി ചോറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ നമ്മളുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ മല്ലിയിലയും ഉള്ളിയും
കിസ്മിസും കശുവണ്ടിയും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ബിരിയാണിക്ക് കളർ ആവശ്യമുള്ളവർ നമുക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരെടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, എനിക്ക് ബിരിയാണിക്ക് അങ്ങനെ കളർ അങ്ങനെ വേണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഇത് നമ്മളൊരു 3-4 മിനിറ്റ് ഒന്ന് മൂടി ചെറിയ തീയിലൊന്ന് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ വരത്തക്ക വിധത്തിൽ ഒന്ന് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളുമാണ്, നമുക്ക് ഒത്തിരി ഹെൽത്തിയാണ്. കാരണം അതിലെ മസാലപ്പൊടികൾ ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. ഓരോ ജീരകവും സജീരകവും ഒക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ വയറിനൊക്കെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെയും എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.